ഞാൻ എന്ത് കാട്ടി ദീനിന് വേണ്ടിയിട്ട്? അവിടെ ഹംസത്തുൽ അബ്ദുൽ മുത്തലിബ് കരൾ മുറിച്ചു കൊടുത്ത നാട്ടിലേക്ക് വന്നിട്ട് ആ കരൾ മുറിച്ചു കൊടുത്തതായ ആ മതത്തിന് വേണ്ടി ഒരു തുള്ളി വേർപ്പെങ്കിലും ഒലിപ്പിക്കാത്ത ഞാൻ എന്ത് കാട്ടി മതത്തിന് വേണ്ടി എന്ന് ചിന്തിക്കാൻ സാധിക്കണം. മദീനത്ത് വന്ന് പോകുമ്പോൾ, പുണ്യഭൂമിയിൽ വന്ന് പോകുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് കഴുത്ത് മുറിച്ചു കൊടുത്തത്? റസൂലുള്ളാഹി വേദനിച്ച് പ്രയാസപ്പെട്ടു. റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ചിട്ട്, പണ്ട് മിനയിൽ വെച്ചിട്ട് മഹാത്മാക്കളായ ആ സഹബാക്കൾ മദീനയിൽ നിന്നിട്ട് വന്നവർ റസൂലുമായി ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ പെട്ടതാണ്, നിങ്ങൾ മദീനത്ത് വന്നോളിയിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ കൊണ്ടുവന്ന മതത്തിന് വേണ്ടി ഞങ്ങൾ ചോര, ഞങ്ങൾ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാൻ തയ്യാറാണ്. ആ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് വാഗ്ദാനം ചെയ്ത സഹബാക്കൾ ഈ കാണുന്ന ആ പോർക്കളത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരവസരത്തിൽ റസൂലുള്ളാഹിയെ ഐശ്വര്യപ്പെടുകയാണ്. റസൂലുള്ളാഹിക്ക് വരുന്ന അമ്പുകളെ സ്വീകരിച്ചുകൊണ്ട് 7 പേര് നിലംപതിക്കപ്പെടുന്നു. 7 പേര് നിലംപതിക്കുന്നു. ഓരോ വ്യക്തി വീഴുമ്പോൾ റസൂലുള്ളാഹി മടിയിൽ കയറ്റി വെക്കുന്നു. അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്നു. 2ാം വ്യക്തി, 3ാം വ്യക്തി, 4ാം വ്യക്തി 7ലേക്ക് എത്തുന്നു. അല്ലാഹു റസൂൽ പറയുന്നു, നമ്മുടെ സഹാബാക്കളോട് നാം ശരിക്ക് നീതി പുലർത്തിയിട്ടില്ലല്ലോ. അവർ ചെയ്ത വാഗ്ദാനം അവർ പുലർത്തി, അതേ സമയത്ത് നാം ചെയ്തതായ വാഗ്ദാനം നാം പുലർത്തിയോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ഖേദിച്ച രംഗം ഈ കാണുന്ന ഉഹദ് പോർക്കളത്തിന്റെ മുമ്പിലാണ്. അതൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ട് കിടക്കുമ്പോൾ ഞാൻ എന്നോട്, എന്റെ സദസ്യരോട്, പ്രത്യേകിച്ച് സന്ദർശനത്തിന് വേണ്ടി വന്നതായ സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട്, സഹോദരികളോട് ചോദിക്കുന്നു, നാം എന്ത് കാട്ടി നമ്മുടെ മതത്തിന് വേണ്ടി? ഞാൻ എന്റെ ഭാര്യ ഒരു തട്ടാനി എന്ന തത്വമായി ജീവിക്കുകയാണ്. എനിക്ക് എന്റെ വീട്, എന്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, എന്റെ സന്താനങ്ങൾ എന്നൊക്കെ ചിന്തിക്കാതെ നമ്മുടെ വിസ കൊണ്ട് ഇസ്ലാമിന് വേണ്ടി നാം പ്രവർത്തിക്കണം. പൊതുവിൽ ഇസ്ലാമിക സേവനം അല്ലെങ്കിലും എന്റെ ശരീരത്തെങ്കിലും രക്ഷിക്കാൻ, എന്റെ കുട്ടികളുടെ ശരീരത്തെങ്കിലും രക്ഷിക്കാൻ, എന്റെ ഭാര്യയുടെ ശരീരത്തെങ്കിലും രക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞതുപോലെ ഖുർആനിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെയും ശരീരത്തെ നിങ്ങൾ നരകത്തെ തൊട്ട് മോചിപ്പിക്കണം എന്ന് കൽപ്പിച്ച കൽപ്പന ഫിറ്റാക്കാൻ എന്നെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് സാധിച്ചു? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാഗമാണ് മദീനത്ത് വന്നു പോകുമ്പോൾ. കാരണം ഇവിടെ ഇസ്ലാമിന് വേണ്ടി നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിന് വേണ്ടി കഴുത്ത് മുറിച്ചു കൊടുത്തവരുടെ നാട്ടിലാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1400 കൊല്ലം മുമ്പത്തെ മദീന, ആ മദീനയിലേക്ക് ഇപ്പോൾ കാണുന്ന ഈ പഴുകൂറ്റം കെട്ടിടങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒന്ന് ഒഴിവാക്കി റസൂലുള്ളാഹിന്റെ ആ കാലഘട്ടം ഒന്ന് ഓർമ്മയിൽ വരുത്തുക. എന്താണത്? 70 യുദ്ധം 10 കൊല്ലത്തിലൂടെ. എത്രയോ? 70 പോരാട്ടം 10 കൊല്ലത്തിലൂടെ. ഒരു കൊല്ലത്തിൽ എത്ര പോരാട്ടമായി? 7 പോരാട്ടമായി. അങ്ങനെ 7 പോരാട്ടം. ഇതെന്തിനു വേണ്ടിയാണ്? ഏത് ഹക്കായി പുലരണം, സത്യം സത്യമായി പുലരണം. ഏതാണ് സത്യം? അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, നേർച്ചയാക്കാൻ, അറക്കാൻ, ജീവിക്കാൻ, മരിക്കാൻ ഒച്ചത്തിൽ പറയുന്നതാണ്. നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ പറയുന്ന ലബ്ബൈക്കിലുള്ള ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന പദത്തിലുള്ള തത്വമാണത്. ഏത്? ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ പ്രാർത്ഥനകൾ, എന്റെ നമസ്കാരങ്ങൾ, എന്റെ നേർച്ച വഴിപാടുകൾ, അറിവുകൾ, എന്റെ ജീവിതം, എന്റെ മരണം ഇതെല്ലാം ആർക്കാണ്? മദീശേഖനോ, ഇഫായ ശേഖനോ, മമ്പർത്തങ്ങൾക്കോ, അല്ലെങ്കിൽ ബദരീങ്ങൾക്കോ, അല്ലെങ്കിൽ മുഹ്രിങ്ങൾക്കോ അല്ല. അവരൊക്കെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചു? അവരൊക്കെ ആർക്ക് വേണ്ടി ജീവിച്ചു? ആ റബ്ബിന് വേണ്ടിയാണ്. ആ റബ്ബിന് വേണ്ടിയാണ്. അതാണ് ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. നിന്റെ കൂടെ ഇതിലൊന്നും ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്നില്ല. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന പണ്ട് ആ തത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഖുർആൻ പറയുന്നു. പണ്ട് ബദർ യുദ്ധം നടന്നത്, പണ്ട് ഉഹദ് യുദ്ധം നടന്നത്, പണ്ട് ഹുനൈൻ യുദ്ധം നടന്നത്, പണ്ട് തബൂക്ക് യുദ്ധം, അതുപോലെ യുദ്ധങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി നടത്തിയ സർവ്വ പോരാട്ടങ്ങൾ നടന്നത് എന്തിനാണ്? എന്നെയും നിങ്ങളെയും മുഹീദീങ്ങളാക്കാൻ, മുസ്ലിമീങ്ങളാക്കാൻ, ഏകദൈവ വിശ്വാസികളാക്കാൻ, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന മുത്തഖീങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ്.